50-ലധികം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾ പുനഃപരിശോധിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പരമാവധി BJP വിജയിച്ച് കയറിയിരിക്കുന്ന മേഖലകളിലെല്ലാം യഥാർത്ഥത്തിൽ കള്ളത്തരം നടന്നിട്ടുണ്ട് എന്നാണ് സ്ഥിരീകരണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു വലിയ രീതിയിലുള്ള അന്വേഷണം അനിവാര്യമാണ് എന്ന് മാത്രമല്ല, ഇതെല്ലാം പുനഃപരിശോധന നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് നിയമപരമായ രീതിയിൽ ഇത്തരം നടപടിക്രമങ്ങൾ നടത്തുന്നതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആലോചിക്കുകയാണ്. നിസ്സാരമാക്കപ്പെട്ട കാര്യമൊന്നുമല്ല. കാര്യം എന്ന് പറയുന്നത് 50,000-ൽ താഴെ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച മണ്ഡലങ്ങളിലെല്ലാം കൃത്രിമം നടന്നിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഇന്ത്യ രാജ്യം ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടം ഏറ്റവും കൂടുതൽ കൃത്രിമത്വത്തോട് കൂടിയിട്ടാണ് ഭരണം നടത്തുന്നത് എന്ന് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങോട്ടാണ് യഥാർത്ഥത്തിൽ ഈ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ യഥാർത്ഥത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതിനാൽ എന്ത് ചെയ്യും, ഇത്തരം ഒരു അന്വേഷണ കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാരമായിട്ട് തന്നെ ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. ഇപ്പോൾ ഈ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ആ ചർച്ചയോടനുബന്ധിച്ച് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, കള്ളത്തരം ഈ പ്രാവശ്യമല്ല, ഇതിന് മുൻപേ നടന്നിട്ടുണ്ട്. വോട്ടർ ലിസ്റ്റിൽ ക്രമക്കേട് എന്ന് പറയുന്ന സമയത്ത് ഇല്ലാത്തവരെ കൂട്ടിച്ചേർക്കുക, ഉള്ളവരെ വെട്ടിച്ചുരുക്കുക, ഉള്ളവർക്ക് തന്നെ പല ഈ ബൂത്തുകളിലും അല്ലെങ്കിൽ പല വാർഡുകളിലും വോട്ടുണ്ടാകുന്ന രീതി, ചില സംസ്ഥാനങ്ങളിൽ തന്നെ അങ്ങനത്തെ വിഷയങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതായത് ഉത്തർപ്രദേശിലും അതേപോലെ തന്നെ ബീഹാറിലും ഗുജറാത്തിലും വോട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് എന്നുള്ളതും, ഒരു വീടിൻ്റെ അകത്ത് 80 വോട്ട്, ഒരു ഏരിയയുടെ അകത്ത് 300 വോട്ട്, അതായത് 10 വീട് പോലും വെക്കാൻ സ്ഥലമില്ലാത്ത ഏരിയയിലൊക്കെ 300-300-ലധികം വോട്ടുകളൊക്കെ യഥാർത്ഥത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതെല്ലാം അതിശയിപ്പിക്കുന്നതും അവിശ്വസനീയമായിരിക്കുന്ന കാര്യവുമാണ്. ഇങ്ങനെ കുറേ ഒരു വൈരുദ്ധ്യമായിരിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണം, അല്ലെങ്കിൽ അന്വേഷണം നടത്തണം എന്നുള്ളിടത്തേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ വിഷയം എത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കേരളത്തിൽ നിന്ന് ജയിച്ച BJP MP ആയ സുരേഷ് ഗോപിയുടെ തൃശ്ശൂർ മണ്ഡലം പോലും യഥാർത്ഥത്തിൽ ഇത്തരം വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, പ്രധാനമായിരിക്കുന്ന കാര്യമായിട്ട് സൂചിപ്പിക്കുന്നത്, വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സംഭവത്തിൻ്റെ ഗൗരവം നിസ്സാരമല്ല. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ രീതിയിൽ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതിൻ്റെ കൃത്യമായിരിക്കുന്ന രേഖകൾ പരിശോധിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇത് കൃത്യതയില്ല, തെളിവില്ല എന്നൊന്നും പറയാൻ വേണ്ടി സാധിക്കുകയില്ല. വളരെ കൃത്യതയോട് കൂടിയാണ് അവർ ഈ വിഷയങ്ങളൊക്കെ പറയുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ലോകത്താകമാനം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണ് നടക്കുന്നത്. ഒരു സർക്കാർ കള്ളത്തരം ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു രാജിവെച്ചൊയ്യണം, എന്നിട്ട് ഇലക്ഷനെ നേരിടണം. അതിന് തയ്യാറുണ്ടോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രധാനമായിരിക്കുന്ന ചോദ്യമായിട്ട് വരുന്നത്. എത്രത്തോളം ഇതിന് ഇവർ പ്രതികരണം നൽകും, എത്രത്തോളം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കും എന്നുള്ളത് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ വിഷയം പറയുന്നത്, ഇത്തരം വലിയ ഗൗരവകരമായിരിക്കുന്ന ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഇവിടെ ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാതിയില്ല എന്നുള്ളതാണ്. അപ്പോൾ BJP യഥാർത്ഥത്തിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സാണ് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിലൂടെയാണ് ഈ കാര്യങ്ങൾ നടന്നത് എന്നുള്ള ഒരു അഭിപ്രായ നിലപാട് അവർ പറയണ്ടേ? അവർ പോലും ഈ കാര്യത്തിൽ മൗനമാണ് എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇത്തരം എന്തൊക്കെയോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏതായാലും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗൗരവപരമായിരിക്കുന്ന വിഷയം വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.